നമ്മൾ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ അക്ഷരത്തെ പ്രോത്സാഹിപ്പിച്ചാൽ യു ഗെറ്റ് എ മോർ സിവിലൈസ് സൊസൈറ്റി. പുസ്തകമാക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് കേരളം മുഴുവൻ നമുക്കെതിരെ പ്രക്ഷോഭം വന്നു. ഏതാണ്ട് 400 പോലീസുകാരെ ചില ദിവസങ്ങൾ വരെ ഞങ്ങളുടെ പലയിടത്തായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിന് മുമ്പിൽ 150 പോലീസുകാരുടെ ഒരു പടയുണ്ടായിരുന്നു. പീപ്പിൾ വിഷ്വലൈസ് അപ്പോൾ തന്നെ സൊസൈറ്റി പീപ്പിൾ ആർ എവരിബഡി ഈസ് ഈക്വൽ. ചുറ്റുത്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരേ ആത്മാഭിമാനം കിട്ടുന്ന ഒരു പക്ഷേ ഏക സംസ്ഥാനം കേരളമായിരിക്കും. അതിന് കേരളത്തെ വെല്ലാൻ വേറൊരു സ്ഥലം ഈ അടുത്ത പ്രദേശമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുണ്ട്. പല പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും ആദ്യ പുസ്തകം ഇറക്കിയത് DC ബുക്സാണ്. എന്ന് വെച്ചാൽ ആദ്യ പുസ്തകം എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുത്തുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്. കേരളത്തിൽ പബ്ലിഷ് ചെയ്യുന്ന മലയാളം പുസ്തകങ്ങൾ 50% പുസ്തകങ്ങൾ DC ബുക്സാണ് പബ്ലിഷ് ചെയ്യുന്നത്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാളി സക്സസ് സ്റ്റോറിയിൽ സക്സസ് സ്റ്റോറി നമ്മുടെ കൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുള്ള DC ബുക്സിൻ്റെ ഓണറായിട്ടുള്ള നമ്മുടെ രവി സാറാണ്. സർ നമസ്കാരം. നമസ്കാരം. ശരിക്കും DC ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അന്യമല്ല, എല്ലാവർക്കും എല്ലായിടത്തും കാണാൻ പറ്റുന്നു. അവരുടെ ഈ പറയുന്ന പോലെ വായനാ ലോകം തുറന്നു കൊടുത്ത ഒരു വലിയൊരു സംരംഭമാണ്. അപ്പം എങ്ങനെയാണ് DC ബുക്സിലോട്ട്, കാരണം DC എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഡൊമിനിക് ചാക്കോ എന്നുള്ള ആ ഒരു പേരിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭം ഇത്രയധികം വലിയ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്സസ് എന്നുള്ളതല്ല, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റി. ഒരു വായനയുടെ ലോകം തുറക്കാൻ സാധിച്ചു. അപ്പോൾ എങ്ങനെയായിരുന്നു അതിലോട്ടുള്ളൊരു കടന്നുവരവ്? എൻ്റെ കടന്നുവരവ് അല്ലെങ്കിൽ ഞാനിതിൻ്റെ ഭാഗമാകുന്നത് 1991 സെപ്റ്റംബർ 15 ഞാനത് എൻ്റെ പഠനശേഷം ഞാൻ നേരെ ഈ ബിസിനസ്സിലോട്ട് വരികയായിരുന്നു. പഠനം ഏതാണ്ട് അതിനു മുമ്പ് മെയിലൊക്കെ പൂർത്തിയായതിന് ശേഷം പിന്നെ ഇങ്ങനൊരു ദിവസം ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കയറുകയായിരുന്നു ചെയ്തത്. DC ബുക്സിൻ്റെ ചരിത്രം എടുത്താൽ ഇത് 2024 DC ബുക്സിന് 50ാം വാർഷികം ആഘോഷിക്കുന്ന വർഷമാണ്. സുവർണ വർഷം എന്ന് പറയാം. 50ാം വാർഷികത്തിൻ്റെ വർഷമാണ്. DC ബുക്സ് 1974 തുടങ്ങിയത്. DC കിഴക്കേമുറി, എൻ്റെ പിതാവ് DC കിഴക്കേമുറിയാണ് തുടങ്ങിയത്. അതിൻ്റെ പുറകിലുള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം പല കഥകൾ, ഭയങ്കര രസകരമായിട്ടുള്ള കഥകൾ തകഴിക്കുകയൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഇതൊരു യാദൃശ്യമായിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. കാരണം ഒരു 3-4 വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുത്തതിന് ശേഷം റിട്ടയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരുപക്ഷെ തമാശന് പോലും മീൻ കച്ചവടമൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ തകഴി ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് നമുക്ക് പുസ്തകത്തിലോട് തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു റിട്ടയർ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയായിരിക്കുമ്പം ഒരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് DC ബുക്സ്. അത് പറയുമ്പോൾ 1945 മുമ്പ് 1945 മുമ്പ് സഹൃദയ വായനശാല എന്ന് പറഞ്ഞൊരു വായനശാല DC കിഴക്കേമുറിയും അതുപോലെ KJ തോമസ് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ, വളരെ ആത്മസുഹൃത്തുക്കളായിരുന്നു. ഇവരൊരു വായനശാല തുടങ്ങി കാഞ്ഞിരപ്പള്ളിയിൽ. ആ വായനശാലയിൽ അവർ ഇങ്ങനെ സുവനീർ പബ്ലിഷ് ചെയ്യും. അതിലത് പൊൻകുന്ന മർക്കിയുടെ കഥ വരും. PT ചാക്കോ ഇവരുടെ ഒരു ഉറ്റ സുഹൃത്താണ്, കേരളത്തിൻ്റെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ 2 പേരും കൂടെ എന്നാൽ ശരി ഒരു പുസ്തകശാല തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന ഇന്ന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള നാഷണൽ ബുക്ക് സ്റ്റാൾ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് 45 കൽറ്റിക്ക ബസാറിൽ. അതേ വർഷം തന്നെ ഒരുപക്ഷെ 1945 പ്രത്യേകത കേരളത്തിന് 1945 UN സ്ഥാപിത വർഷം പോലെ തന്നെ കേരളത്തിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മലയാളത്തിലെ വായനയെ സംബന്ധിച്ചോളം NBS എന്ന് പറയുന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേം ഇവർ 2 പേരും പൊൻകുന്നം ഇങ്ങനെ കുറച്ച് പേര് കൂടി ഒരു പാർട്ട്ണർഷിപ്പായിട്ട് തുടങ്ങുകയും പിന്നീട് അതേ വർഷം തന്നെ MB പോൾ ഒരു മഹാരഥൻ നോടൊപ്പം ഒരു സ്ഥാപക മെമ്പറായിട്ട് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സഹകരണ സംഘം, എഴുത്തുകാർക്ക് വേണ്ടി എഴുത്തുകാരെ തുടങ്ങുന്ന ഒരു സഹകരണ സംഘം. അതുപോലെ PN പണിക്കർ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ ജൂണിൽ വായനാവാരം എല്ലാ വർഷവും ആഘോഷിക്കുന്നത് PN പണിക്കരാണ്. PN പണിക്കരുടെ അമ്പലപ്പുഴ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട്, ഗ്രന്ഥശാല സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഈ 3ൻ്റെയും തുടക്കക്കാരിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു DC. ഒരുപക്ഷെ ഇതിൽ 2 ചുക്കാൻ പിടിച്ച് ഇതിനെ സക്സസ്സിൽ എത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു കണ്ടിന്യൂവേഷനാണ് DC ബുക്സ് എന്ന പേരിൽ വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഈ DC ബുക്സിനെ സംബന്ധിച്ചോളം ഇന്ത്യയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നൂതന ആശയങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ പബ്ലിഷിങ്ങിൽ കൊണ്ടുവരുന്ന പ്രസാധകരും മറ്റ് ഡൽഹിയിലുള്ള അല്ലെങ്കിൽ MNCs അല്ല, തിരിച്ച് DC ബുക്സ് ആണെന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇതൊരു പാരമ്പര്യം, ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പറ്റിയല്ല പറയുന്നത്, ഈ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തിയുടെയും ഒരു കണ്ടിന്യൂറ്റി DC കിഴക്കേമുറിയിൽ നിന്ന് പകർന്നവർ ഒരു തരത്തിലുള്ള ഒരു റേഡിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ വി കണ്ടിന്യൂ ടു ഇന്നോവേറ്റ്, വി കണ്ടിന്യൂ ടു ക്രിയേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവിലുള്ള ഒരു പോളിസി.
DC കിഴക്കേമുറി എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളിലൊന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ പേപ്പർ ബാക്ക് റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത് തകഴിയുടെ ചെമ്മീൻ ആദ്യമായി ഇറക്കി, കഴിഞ്ഞ ദിവസം പത്രത്തിൽ എല്ലായിടത്തും വന്നു, തകഴിയുടെ ചെമ്മീൻ്റെ 10,000 കോപ്പി ഇറക്കിക്കൊണ്ട് ആ പുസ്തകം, ഒരുപക്ഷെ അന്നൊക്കെ ഹിന്ദിയിലൊരു പുസ്തകം 500 കോപ്പി അടിക്കുമ്പോൾ ഈ 2% 3% മാത്രം പോപ്പുലേഷനുള്ള മലയാളത്തിൽ 10,000 കോപ്പി അടിക്കുന്ന ഒരു പുസ്തകം അത് 1.5 രൂപയ്ക്ക് കൊടുത്ത് ഇത് വലിയൊരു സക്സസ് ആക്കി. ആ സക്സസ്സാണ് പിന്നീട് ഇന്ത്യയിൽ പേപ്പർ ബാക്ക് റെവല്യൂഷന് ഇത് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ വാങ്ങിക്കുന്ന പുസ്തകത്തിന് ടാക്സ് എന്ന് പറയുന്നൊരു കാര്യം ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതും ഇതുപോലെ ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമാണ്. 45-ൽ SPCS അടങ്ങി ഏതാണ്ട് 6-8 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ ഒരു ഫെലോ ജയിൽ മെയ്റ്റായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ പേര് AJ ജോൺ എന്നാണ്. അന്ന് തിരുക്കൊച്ചി ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് ഗവൺമെൻറ് കാര്യമായിട്ടുള്ള വരുമാനം പുസ്തകത്തിന് ടാക്സ് നിന്ന് കിട്ടാനില്ല എന്ന് കൺവിൻസ് ചെയ്ത ശേഷം അതിൽ തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്ന അന്നത്തെ രാജ്യം ടാക്സ് ഒഴിവാക്കുകയും നെഹ്റു ഇതറിഞ്ഞുകൊണ്ട് പിന്നീട് ഇന്ത്യയിൽ ടാക്സിനെ ഒഴിവാക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അന്നേരം ഇത്തരത്തിലുള്ള പല ആശയങ്ങളും, അല്ലെങ്കിൽ പിന്നെ ഇന്നിപ്പം നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കത്തില്ല, ഇന്ന് കാണുന്ന ലോട്ടറി, കേരള ലോട്ടറിയല്ല, ഇന്ത്യൻ ലോട്ടറിയുടെ പിതാവെന്ന് പറയുന്നത് DC കിഴക്കേമുറിയാണ്. കാരണം 4-5 വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ലോട്ടറി എല്ലാം സക്സസ് ആവുകയും ആ സക്സസ് പിന്നീട് അന്നത്തെ കേരള ഗവൺമെൻറ് അദ്ദേഹത്തെ കൊണ്ട് ആദ്യത്തെ ലോട്ടറി കേരള ഗവൺമെൻറ് നടത്തുകയും ആ മിഷു ഉപയോഗിച്ച് നടത്തുകയും അങ്ങനെയാണ് ലോട്ടറി ഒരു വളരെ പോപ്പുലർ ആകുന്നത്. പിന്നീട് ഗവൺമെൻറ് അത് ദേശസാൽക്കരിച്ച് ഇന്ത്യ ഗവൺമെൻറ് അത് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 60കളിൽ പണിത ഒരുപക്ഷെ ഒരു 5 നില കെട്ടിടത്തിൽ കോട്ടയത്ത് ഒരു വലിയ പബ്ലിക് ലൈബ്രറി പണിയുക, അത് പിന്നെ ഒരു ഇന്ത്യയിലെ തന്നെ വലിയ ലൈബ്രറി ആയിട്ട് വരിക, ഇന്ദിരാഗാന്ധി ഇനാഗ്രേറ്റ് ചെയ്യുക 60കളിൽ, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ലൈബ്രറി എന്ന് പറഞ്ഞ് KPS മോഹൻ്റെ വീട് വാങ്ങിച്ചിട്ട് വലിയൊരു ചിൽഡ്രൻസ് ലൈബ്രറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലൈബ്രറിക്ക് വീണ്ടും ഒരു 3 ഏക്കർ പറഞ്ഞിട്ട് സ്ഥലം വാങ്ങിക്കുക ലൈബ്രറി പണിയാൻ, അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തന സംഘത്തിന് വേണ്ടി 2 ലോട്ടറി നടത്തി 4 ഏക്കറിലൊരു പ്രസ്സും പിന്നെ ഇപ്പുറത്തൊരു ഇത് നടത്തി എഴുതാം. ഇങ്ങനെ പല ഇതും ചെയ്ത് റിട്ടയർമെൻറ്റ് ആ ഒരു ഇത്, പിന്നെ അതുപോലെ തന്നെ പല ആശയങ്ങളും പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗ് എന്ന് പറഞ്ഞ ആശയങ്ങളുണ്ട്, പല ആശയങ്ങളും കൊണ്ടുവന്ന് അത് റിട്ടയർ ചെയ്തതിന് ശേഷം ചുമ്മാതിരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴത്തേക്ക് അന്നേരം ഈ എഴുത്തുകാർ ബഷീർ, തകഴി, നമ്മൾ ഏത് എഴുത്തുകാരെ എടുത്താലും പിന്നെ ഇവരെല്ലാവരും പബ്ലിഷ് ചെയ്തുകൊണ്ട് SPCSലാണ്. ഇവരെല്ലാവരും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി, DC ബുക്സോട് വരാതിരിക്കാൻ വേണ്ടി തന്നെ ഫാദർ എടുത്തൊരു ഡിക്ലറേഷനാണ്, നമ്മൾ ഈ SPCS പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകം പോലും DC ബുക്സ് പബ്ലിഷ് ചെയ്യുകയില്ല എന്ന് പറയും. കാരണം സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ആൾക്കാരെ ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാതെ പിന്നീട് ഈ എഴുത്തുകാരെല്ലാം DC ബുക്സിൻ്റെ ഭാഗമാകുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസംഗം കാരണം സാഹിത്യ പ്രവർത്തക സംഘം ഇല്ലാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ഷയിച്ചു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ മാത്രമാണ് ഈ 10-20 കൊല്ലം കഴിഞ്ഞ് ഈ എഴുത്തുകാരെയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അന്നേരം ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇന്ന് കാണുന്ന DC ബുക്സ് വേണേൽ പറയാം. DC ബുക്സിൻ്റെ സക്സസ് എന്നും ഒരു അന്ന് ചെയ്ത T രാമലിംഗം പിള്ളയുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എന്ന് പറയുന്നൊരു നിഘണ്ടു ഉണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഒരു സക്സസിൻ്റെ തുടക്കം. ഇങ്ങനെ ഇന്ന് DC ബുക്സ് എവിടെ എത്തി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 ലിറ്റററി പബ്ലിഷിംഗ് ഹൗസസിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 10 പബ്ലിഷിംഗ് ഹൗസസിലും ഒന്നായിട്ടാണ് DC ബുക്സ്. മൊത്തം ഇന്ത്യയിലുള്ള ബെസ്റ്റ് സെല്ലേഴ്സ്, ഇന്ത്യയിൽ വിൽക്കുന്ന ബെസ്റ്റ് സെല്ലേഴ്സിൽ ഏതാണ്ട് 57% ബെസ്റ്റ് സെല്ലേഴ്സ് വിൽക്കുന്നത് 10 പ്രസാധകരാണ്. ആ 10 പ്രസാധകരിൽ ഒരുപക്ഷെ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ പിന്നെ സെലക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ, നമ്മൾ എഴുത്തുകാരുമായിട്ടുള്ള എഴുത്തുകാർ നമ്മളോട് കാണിക്കുന്നൊരു വാത്സല്യം, അതുപോലെ തന്നെ എഴുത്തുകാരുമായിട്ടുള്ള ഒരു വായനക്കാരുമായിട്ടുള്ളൊരു സംബന്ധം, ഇതിങ്ങനെ നമ്മൾ ആവിഷ്കരിക്കുന്ന പിന്നെ പുസ്തകം വിൽക്കാൻ വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു മാനദണ്ഡമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പിന്നെ പുസ്തകം നമ്മൾ ഇപ്പം കാണുന്ന, ഞാൻ പേരുകൾ പറയുന്നില്ല, പല പ്രധാനപ്പെട്ട എഴുത്തുകാരുടെയും ആദ്യ പുസ്തകം ഇറക്കിയത് DC ബുക്സാണ്. എന്ന് വെച്ചാൽ ആദ്യ പുസ്തകം എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുത്തുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ആ വ്യക്തികൾ ഇപ്പം നിൽക്കുന്ന പല പ്രധാനപ്പെട്ട എഴുത്തുകാരും DC ബുക്സാണ് ഫസ്റ്റ് ബുക്ക് ഇറക്കിയത്. അന്നേരം അതുപോലെ തന്നെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഒരു 95% എഴുത്തുകാരുടെയും പുസ്തകം DC ബുക്സാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഒരുപക്ഷെ എഴുത്തുകാർ നമ്മളോട് കാണിക്കുന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. അതുപോലെ വായനക്കാർക്ക് വേണ്ട കണ്ടൻറ്റ് നമ്മൾ സമയാസമയം കൊടുക്കാനാണ്. പിന്നെ നമ്മൾ ഒരുപക്ഷെ നമ്മൾ എഴുത്തിൽ നമ്മൾ മുമ്പേ നടന്ന് എന്ത് വായിക്കണം എന്ന് പോലും നമ്മൾ എഴുത്തുകാർ വായനക്കാർക്ക് നമ്മൾ സംവദിക്കാൻ കൊടുക്കുന്ന
ഒരു രീതി കൂടി ഇതിൻ്റെ ഒരു കാരണമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ട്രാൻസ്ലേഷൻസ്. ഇപ്പം ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് പോലുള്ളൊരു വലിയ സ്പാനിഷ് എഴുത്തുകാരൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വരുന്ന 80കളിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇന്ന് അതിൻ്റെ ഒരു തമാശ വശം എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ലക്ഷങ്ങൾ വിറ്റ ഒരു പുസ്തകമാണെങ്കിൽ, മലയാളത്തിൽ വിറ്റൊരു പുസ്തകമാണെങ്കിൽ, പല മലയാളികളും ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് ഒരു മലയാളിയാണോ എന്ന് തോന്നുന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ US നിന്ന് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് വിളിച്ചപ്പോൾ ടി വിയിലെ എല്ലാം താഴെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രോളിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ച കാര്യം. എനിക്കറിയാവുന്ന ഒരാൾ US നിന്ന് വിളിച്ചു ചോദിച്ചു, എനിക്കറിയില്ലായിരുന്നു മലയാളിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയാം ഈ എഴുത്ത്. കാരണം അത്രയേറെ അത്രയേറെ ഈ ഒരു പിന്നെ വായനക്കാർക്ക് പരിചിതമായിരുന്നു ഈ ഒരു ഫേസ്. അത് ഒരു പക്ഷേ അങ്ങനെയുള്ള പല എഴുത്തുകാർ, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, ഇതെല്ലാം കാലത്തിന് മുമ്പ് നമ്മളിത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ എന്ന് വെച്ചാൽ മലയാളിയുടെ വായനയിൽ ഒരുപക്ഷെ ലാറ്റിൻ അമേരിക്ക ആകാം, ഒരുപക്ഷെ US ആകാം, ആഫ്രിക്ക ആകാം, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആകാം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ എഴുത്തുകാരിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരിക, ഇങ്ങനെ പല രീതിയിൽ മലയാളിയുടെ വായനയിലോട്ട് എല്ലാ രീതിയിലും കടന്നു ചെല്ലാനും ഒരുപക്ഷെ മലയാളിയോട് ഇപ്പോൾ ഒരു പ്രസാധനം എന്ന് ചോദിച്ചാൽ DC ബുക്സ് ആണെന്ന് പറയുന്ന രീതിയിലോട്ട് വായനക്കാർ സ്വന്തമായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഗതി. കാരണം ഞാൻ ഇപ്പം തന്നെ എന്നെ ഒരു സർവേ ഏജൻസി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കുറച്ച് ബ്രാൻഡ്സ് ഞങ്ങൾ നോക്കിയിരുന്ന എത്ര ഇൻഫ്ലുവൻഷ്യലാണ് ബ്രാൻഡ്സ് എന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ വിളിച്ച 100 കോളിൽ 27 പേര് സാമ്പിൾ സർവേയിൽ 27 പേര് DC ബുക്സിൽ നിന്ന് പുസ്തകം വായിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ മൊത്തം 100 പേരിൽ 98 പേർക്കും DC ബുക്സ് അറിയാമായിരുന്നു എന്നാണ്. സോ അത് ഇറ്റ് പ്രോബ്ലി സ്പീക്സ് അബൌട്ട് നമ്മൾ ഒരു സാംസ്കാരികമായിട്ട് നമ്മൾ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി ഇതിൻ്റെ അകത്ത് വരുന്നത്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് എടുത്ത് ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. കാരണം ഒരു DC ബുക്സ് എന്ന് പറയുമ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, മലയാളികൾക്കിടയിൽ അത്രയധികം പരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡ്, അല്ലെങ്കിൽ അത്രയധികം ബുക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം ഈ പറയുന്ന പോലെ വിദേശ ബുക്കുകളെ നമ്മൾ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമുക്ക് അതിലൊരു വലിയ റിസർച്ച് ആവശ്യമായിട്ടുണ്ട്. അപ്പം അത് ഞാൻ ചോദിക്കാൻ വരുന്നൊരു ചോദ്യം കൂടിയായിരുന്നു. എങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിലത്തതോ ഓക്കെ, നമ്മുടെ നാട്ടിൽ മലയാളികളുടെ പ്രസാധകരുടെ ബുക്കുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, അതല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഈ പറയുന്ന പോലെ എബ്രോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നുള്ള ബുക്സിനെയൊക്കെ സെലക്റ്റീവായിട്ട്, കാരണം ഓൾമോസ്റ്റ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ജനങ്ങൾക്ക് അത്രയധികം ഇഷ്ടപ്പെടുന്ന ബുക്സാണ്. അപ്പം എങ്ങനെയായിരുന്നു അത്തരത്തിലുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്? സോ DC ബുക്സിനെ സംബന്ധിച്ചോളം ഒരു പക്ഷേ കേരളത്തിൽ എന്തായാലും ഒരു പക്ഷേ വളരെ പാഷനറ്റോടി പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ദൗത്യമായിട്ടാണ് DC ബുക്സിലെ എഡിറ്റേഴ്സ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ വ്യക്തിയും, കാരണം ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിലെ പ്രൊഫഷണൽ ഒരു പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ DC ബുക്സ് ആയിരിക്കും. കാരണം നമ്മൾ അത്രയേറെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരും. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ എഡിറ്റേഴ്സിനുള്ള ഒരു രീതിയിലുള്ള ഒരു ടോട്ടലി നമ്മുടെ എഡിറ്റേഴ്സിനുള്ള അതിനുള്ള അവഗാഹമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സംഗതി. കാരണം ഏത് പുതിയ മേഖല വന്നാലും അതിൽ ഇന്ന എഴുത്തുകാരുടെ പുസ്തകം ശ്രദ്ധിക്കപ്പെടുന്ന ലോകത്തിൽ ഒരുപക്ഷെ മലയാളത്തിൽ നമ്മളത് ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, 84 ഉൾപ്പെടെയുള്ള നമ്മുടെ എഡിറ്റേഴ്സ് പറയുന്നത് അന്ന് പത്രത്തിലൊരു ന്യൂസ് വരണമെങ്കിൽ ഒരുപക്ഷെ ഹിന്ദു വായിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടെലഗ്രാഫ് വായിക്കണം, ഇങ്ങനെയുള്ളൊരു കാലത്ത് പോലും, അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു കോപ്പി കൂടെ എങ്ങനെയെങ്കിലും എത്തുമ്പോഴായിരിക്കും ഇത് വായിക്കുന്നത്. അന്ന് അതിലുള്ള പല പുസ്തകങ്ങളും, പ്രത്യേകിച്ച് മലയാളം പത്രങ്ങളിൽ അങ്ങനെയുള്ളൊരു വാർത്ത വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള സമയത്ത് പോലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഡിറ്റേഴ്സ് കണ്ടുപിടിച്ച് അത് ചർച്ച ചെയ്ത് ഒരു പക്ഷേ ഇത് സക്സസ് ആയിരിക്കും. ഇന്നത്തെ പോലെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇതിന് ഇത്ര കോപ്പി വിറ്റു അല്ലെങ്കിൽ ഇങ്ങനെ വിറ്റു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാത്ത സമയത്തുൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു കണ്ണുണ്ട്, ഒരു മൂന്നാം കണ്ണ് അവിടെയുള്ള അതിൽ കൂടെ നോക്കി ഇങ്ങനെ പുസ്തകങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടും എല്ലാ വ്യാഴാഴ്ച ദിവസവും. ഇതിലിത് ചർച്ച ചെയ്യും.
എന്താണ് പുതിയ സ്കീംസ് കൊണ്ടുവരാവുന്നത്, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രസാധകർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് അവർക്കൊരു പ്രിവിലേജാണ്, ഒരു പ്രൗഡാണ് DC ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം DC ബുക്സിന് എന്താണ് അത്തരത്തിലുള്ള ഒരു ക്രൈറ്റീരിയ ഒരു എഴുത്തുകാരനെ സെലക്ട് ചെയ്യുന്നതിൽ? ഇതിൽ DC ബുക്സിനെ സംബന്ധിച്ചോളം എഡിറ്റോറിയൽ ഒരു ലോങ് പ്രോസസ്സാണത്. ഇപ്പോൾ ഒരു കയ്യെഴുത്ത് പ്രതി, നമുക്ക് നൂറുകണക്കിൽ ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതി, പിന്നെ ഒരു വർഷമായാൽ ആയിരക്കണക്കിനല്ല അതിൽ കൂടുതൽ കയ്യെഴുത്ത് പ്രതി വരുന്ന അല്ലെങ്കിൽ എൻക്വയറി വരുന്ന ഒരു പ്രസ്ഥാനമാണ്. നമ്മളിവിടെ ഒരു പ്രിലിമിനറി റീഡിങ് നമ്മുടെ എഡിറ്റേഴ്സ് എല്ലാ വ്യാഴാഴ്ചയ്ക്ക് മുമ്പായിട്ടും വരുന്ന മാനസ്ക്രിപ്റ്റ്സിനെ ഒന്ന് ഓടിച്ചു നോക്കും. രണ്ടാമത് അത് വീണ്ടും ഒരു വായന ആവശ്യമുണ്ട്. അത് സെക്കൻഡ് റീഡിംഗ് കൊണ്ട് കമ്മിറ്റി ഡിസ്കസ് ചെയ്യണം, സെക്കൻഡ് റീഡിംഗ് നടത്തും. എക്സ്റ്റേണൽ എഡിറ്ററെ കൊണ്ട് വായിപ്പിക്കേണ്ടതാണെങ്കിൽ അത്, കാരണം രണ്ടാമതൊരു ഒപ്പീനിയൻ പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടി എക്സ്റ്റേണൽ എഡിറ്ററെ കൊണ്ട് വായിപ്പിക്കും. ഇതെല്ലാം കഴിഞ്ഞ് സെയിലബിലിറ്റിയുടെ മാർക്കറ്റബിലിറ്റിയുടെ ഒരു സാധനം കൂടെ വായിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതാണ് ഇത് എടുക്കാനുള്ള ഒരു മാനദണ്ഡത്തിൽ ഒന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ മാർക്കറ്റിങ്ങും സെയിലബിലിറ്റിയും മാറ്റിയാൽ അതിൻ്റെ ഒരു ടെക്സ്റ്റിൻ്റെ മെറിറ്റാണ് നമ്മൾ നോക്കുന്നത്, കണ്ടൻറ്റിൻ്റെ മെറിറ്റാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ആ കണ്ടൻറ്റിൻ്റെ മെറിറ്റ് നോക്കുന്നിടത്താണ് പലപ്പോഴും സക്സസ് വരുന്നത്. മാർക്കറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ട്വീക്ക് ചെയ്യാം, പ്രൊവൈഡഡ് ദ കണ്ടൻറ്റ് ഇസ് ഗുഡ് ആക്ച്വലി. അങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ അതിനെ കാണുന്നത്. അങ്ങനെ നമ്മളുള്ള ടെക്സ്റ്റുകൾ, പിന്നെ നമ്മളത് വർക്ക് ചെയ്ത് അതിനെ ഒരു എഴുത്തുകാരോടത്തിലിരുന്ന് വർക്ക് ചെയ്തുമൊക്കെ നമ്മളതിനെ ഒരു പ്രസൻറ്റബിൾ പ്രോഡക്റ്റ് ആക്കുന്ന പുതിയ എഴുത്തുകാർ തൊട്ട് വളരെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നല്ല രീതിയിൽ കണ്ടന്റ് തരുന്ന എഴുത്തുകാർ വരെയുള്ള ഒരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഇനിയിപ്പം പണ്ടത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ വായന എന്ന് പറയുന്നത് അവരുടെ ഒരേ ഒരു സോഴ്സായിരുന്നു ലോകത്തെ അറിയാൻ, അല്ലെങ്കിൽ മറ്റൊരു കൃതിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കഥകളെ കുറിച്ചിട്ടോ അറിയാനുള്ള ഒരേ ഒരു വഴി മാത്രമായിരുന്നു. അങ്ങനെയുള്ള അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോടുകൂടെ വായിച്ചിരുന്ന ജനറേഷനിൽ നിന്ന് ഇപ്പം അത് മാറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം സോഴ്സസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് ഇപ്പോൾ വെബ്സൈറ്റ്സിൽ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അതല്ല ഏറ്റവും ലേറ്റസ്റ്റ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി, ഇപ്പം ഏത് ബുക്കാണെങ്കിലും അത് കേട്ടുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ. അപ്പം എത്രത്തോളം അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധ പുലർത്തുന്നുണ്ട്? കാരണം കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് അപ്ഡേഷൻസ് വായനയിൽ വന്നു. അപ്പം DC ബുക്സ് എന്തൊക്കെ കാര്യങ്ങൾ, അക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒന്ന്, DC ബുക്സ് എപ്പോഴും ആസ് എ പബ്ലിഷർ നമ്മളൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ കണ്ടൻറ് ഡെലിവറിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ടൂളെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളതിന് പ്രിൻ്റ് മാത്രമല്ല ഫോമാറ്റ്, ഓഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺവേർജ് പ്ലാറ്റ്ഫോം, ഇതിലെല്ലാം നമ്മൾ കൈവച്ചിട്ടുണ്ട്. 2008 കിൻഡിൽ വരുന്ന ഏതാണ്ട് അതേ സമയത്താണ് വിങ്ക് എന്നും പറഞ്ഞൊരു പ്രോഡക്റ്റ് നമ്മൾ ഓൾ ഇന്ത്യ ബേസിൽ ഇറക്കിയത്. അത് പിന്നീട് അത് സക്സസ് ആയത്, പിന്നെ സക്സസ് മാറി ഫെയിലിയർ ആയതെന്നൊക്കെ ഒരു ഇഷ്യൂ വന്നത്. പക്ഷേ 2008 ഈ ഒരു ടെക്നോളജിയിൽ ഫ്രണ്ട് റണ്ണർ ആവുക എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടക്കച്ചവടമാണ്. പക്ഷെ ഞങ്ങളത് ചെയ്തു. ഒരു ഈസി മീഡിയ എന്നും പറഞ്ഞാൽ എനിക്ക് 2-3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ആ പാർട്ട്നേഴ്സ് പിന്നെ മലയാളികളായിട്ടുള്ള US-ലൊക്കെ സെറ്റിലായിട്ടുള്ള പാർട്ട്നേഴ്സായിരുന്നു. ഇവരെല്ലായിട്ട് ഇത് ചെയ്തു. കിൻഡിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പായിട്ട് ഇങ്ങനൊരു സാധനം ഇറക്കി. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ അതിൽ കൂടെ കൊടുക്കാൻ തുടങ്ങി. ആമസോൺ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ആമസോൺ മറ്റൊരു ഒരു ബ്രാൻഡിനെ കില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ ടിൽ ദെൻ വി സർവൈവ്ഡ് ആക്ച്വലി, പക്ഷേ വിത്ത് എ ലോസ്. അത് അങ്ങനെയുള്ള ഇപ്പോഴും നമ്മൾ ഈ ബുക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബുക്സ് അവൈലബിൾ ആണ്. ഈ ബുക്കായിട്ട് നമ്മുടെ ബുക്സ് ഓഡിയോ ബുക്സിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഇന്ത്യയിലുള്ള നമുക്കൊരു 5 സ്റ്റുഡിയോസ് ഉണ്ട്. നമുക്ക് ആ സ്റ്റുഡിയോസ് നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് നമ്മൾ കണ്ടൻറ്റുകൾ വോയിസ് കൊടുത്ത് ഓഡിയോ ബുക്സായിട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ അന്നേരം ഓഡിയോയുടെ കാര്യത്തിലും ഈയുടെ കാര്യത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ പല പ്രോഡക്ട്സും, നമ്മുടെ ഡിക്ഷണറികൾ ആമസോണിൻ്റെ ബാക്ക് എൻഡിൽ, ഇപ്പം ആമസോണിൽ കിൻഡിൽ വായിക്കുകയാണെങ്കിൽ അതിലൊരു മലയാള വാക്കിനൊരു സംശയം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡിക്ഷണറി, അതിൻ്റെ അകത്ത് തെളിഞ്ഞു വരുന്ന ഡിക്ഷണറി നമ്മുടേതായിരിക്കും. അന്നേരം ഇങ്ങനെ ഇത്തരത്തിലുള്ള, കാരണം ആമസോണായിട്ടുള്ള ആ ഒരു ഇത് തന്നെ നമ്മുടെ ഡിക്ഷണറി അതിൻ്റെ ബാക്കിനായിട്ട് നിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു ഡിക്ഷണറിയിലുള്ള ഒരു ഇതാണ്. കാരണം നമ്മൾ അവരുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ പോലും നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ദിസ് ഈസ് വാട്ട് വി ആർ ആസ്കിങ് ഫോർ. അന്നേരം അതിലോട്ട് തിരിച്ചു വരണമെങ്കിൽ അവർ പക്ഷേ ആ കണ്ടൻറ്റിനോടുള്ള നമ്മുടെ കണ്ടൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു ടെക്നോളജിക്കലി വി മൂവ് ഫോർവേഡ്. ആക്ച്വലി ടെക്നോളജി വി ഡിസ്കസ്. നമ്മളിപ്പം പ്രമോഷൻ ആണെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്നോട് ചോദിച്ചാൽ 70കളും 80കളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ 70കളിലും 80കളിലും നമുക്ക് പത്രമാധ്യമങ്ങൾ നല്ല രീതിയിൽ പുസ്തകത്തിൻ്റെ റിവ്യൂവിന് സ്പേസ് തന്നെങ്കിൽ
ഇന്ന് ആ പത്രമാധ്യമങ്ങൾ നമ്മുടെ കോമ്പറ്റീഷനായിട്ട് വന്നിട്ട് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട 2-3 പബ്ലിഷേഴ്സിനെ പിന്നെ പത്രക്കാരെ എടുത്താൽ അവരെല്ലാവരും നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് തന്നെ നമ്മളോടൊപ്പം നിൽക്കുകയും അവിടെ നമ്മൾ ഏതാണ്ട് ഒരു 70% നമ്മൾ കൺട്രോൾ ചെയ്യും. ബാക്കി 100-120 പബ്ലിഷേഴ്സോട് ചെയ്യുന്നത് അത് ഒരു യാദൃശ്യമല്ല, അത് ഒരു കഠിനാധ്വാനം എൻ്റെ ടീമിൻ്റെ 400 പേരുള്ള ഒരു ടീമാണ്, അവരുടെ ഒരു കഠിനാധ്വാനമാണ്. ഞാനിതിൻ്റെ പിന്നെ ഒരു പക്ഷേ ഇതിന് നിൽക്കുമ്പോൾ കുറേ കൂടെ ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഹെഡായിട്ട് നിൽക്കുന്നു എന്നുള്ള ഒഴിച്ചാൽ അവരുടെ ഒരു ഇത്, കാരണം നമുക്ക് ഉള്ള പുസ്തകശാലകൾ നമുക്ക് ഏതാണ്ട് 40ഓളം പുസ്തകശാലകളുണ്ട്. വി ആർ സ്റ്റിൽ ഗ്രോയിങ് ഞാൻ പറയുന്നത്. നമുക്ക് മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പുസ്തകങ്ങൾ കവേർഡാണ്. എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഈ ബുക്ക് ഷോപ്സ്, കാരണം എഴുത്തുകാർക്ക് ഇന്നിപ്പം 32 ബുക്ക് ഷോപ്സ് ആണെങ്കിൽ ഉള്ളെങ്കിൽ നമ്മൾ ഒരു ബിഫോർ ജൂൺ നമ്മൾ പ്രതീക്ഷിക്കുന്ന 41 കേരളത്തിൽ മാത്രം. ഇപ്പോൾ നമുക്ക് UAE-ലും മറ്റുമുള്ള നമുക്ക് ഈ തരത്തിലുള്ള പിന്നെ ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൂലു പോലുള്ളവരുമായിട്ടും ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റ്സുമായിട്ടൊക്കെ നമുക്കൊരു 365 ഡേയ്സ് ഫെയർസിൻ്റെ ടൈപ്പ് എല്ലാം നമ്മൾ പിന്നെ ഉണ്ട്. അതായത് ഇത്തരത്തിലാണ് നമ്മളുടെ ഒരു ടീമിൻ്റെ ഒരു സജീവത എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇപ്പം പലപ്പോഴും വായനക്കാർ പറയുന്ന പുസ്തകത്തെ ഒരു കച്ചവടമായിട്ട് കാണുന്നു. ഓബ്വിയസ്ലി നമ്മളൊരു കൾച്ചറലി ഒരു പാഷനും മിഷനുമായിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ ചിലരെങ്കിലും ഇങ്ങനൊരു കോമഡി പോലെ പറയാറുണ്ടത്, ഈ 400 പേര് വരുന്നവരുടെ ഒരു അന്നം തരാൻ ഈ പുസ്തകം സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കച്ചവടമായിട്ട് കാണുന്നത് തെറ്റില്ല. പക്ഷേ അവിടെ നമുക്കൊരു പോളിസി ഉണ്ട്. എത്തിക്കലായിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു പുസ്തകം എടുത്താൽ ഞാനൊരു ഈയിടെ ക്ലിക്കായ ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയാം. അതിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ലേ പോലും, ഏതാണ്ട് 340 പേജോളമുള്ള പുസ്തകത്തിന് നമ്മൾ 399 രൂപ വില ഇടുമ്പോൾ അതോടൊപ്പം തന്നെ ഏതാണ്ട് ക്ലിക്കായ അതിൻ്റെ ഒരു പകുതി സെയിലോളം വന്ന ഒരു ഹിറ്റായ പുസ്തകത്തിന് 200 പേജിന് 350-400 രൂപ കിട്ടുന്നുണ്ട്. നമ്മൾ പെർ പേജ് കോസ്റ്റ് പോലും നമുക്ക് ഫീസബിൾ ആകണം, വായനക്കാരൻ കൂടുതലാകണം എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ ഏത് പ്രസാധകൻ്റെ പുസ്തകം എടുത്ത് കമ്പയർ ചെയ്താൽ ഇത്രയും എസ്റ്റാബ്ലിഷ് കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും തമ്മിലുള്ള വിലയിൽ ഏതാണ്ട് 30% ഡിഫറൻസാണ്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ മേന്മയോടൊപ്പം തന്നെ ആ പുസ്തകം വായിക്കാൻ ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ പുസ്തകത്തിൽ എങ്കിലും ഇതിന് ഡിമാൻഡുള്ള പുസ്തകമാണ്, വില കൂട്ടിക്കളയാം എന്നുള്ളൊരു ധാരണയിൽ ഒരു DC ബുക്സിൻ്റെ കടയിലും അവർ കയറേണ്ട കാര്യമില്ല. കാരണം എത്ര ഡിമാൻഡുള്ള പുസ്തകമാണെങ്കിലും നമ്മളതിന് ഒരു പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ സ്വയം വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡമാണ്. കാരണം ഞാനത് പറയാൻ കാരണം ആഫ്രിക്കയിൽ ഘാനയിൽ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ അവരുടെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ 90s എൻഡിൽ ആയിരുന്നത് പിന്നെ ബുക്ക് പ്രൈസ് ഇൻ DC ബുക്സ് ഇന്ത്യ ആസ് എ പോളിസി എന്നും പറഞ്ഞു. അങ്ങനെ വരെ നമ്മളെ പറ്റിയുണ്ട്. നമ്മൾ ആ പ്രൈസിങ്ങിൽ വളരെ 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 സെൻസിറ്റീവാണ്. കാരണം വെച്ചാൽ വില കൂടുന്നത് മലയാളിയുടെ വായനയെ പുറകോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. ഇപ്പം പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഈ പറയുന്ന പോലെ ഒരുപാട് പേർക്ക് വായിക്കാനായിട്ടുള്ളൊരു അവസരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇപ്പം സാറിന് തോന്നിയിട്ടുള്ള പുസ്തകം അല്ലെങ്കിൽ ഈ ബുക്ക് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻസ് ആണ് വരുന്നത്? ഈ പറയുന്ന പോലെ കോമ്പറ്റേറ്റേഴ്സ് വരുന്നുണ്ട്, പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്തരത്തിലൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിലൊരു അഡ്വഞ്ചേഴ്സ് ആയിട്ട് സാറിന് തോന്നിയിട്ടുള്ളത്? നമ്മൾ ഇത് ആസ് എ ബിസിനസ് ആക്ച്വലി ഇതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിക്കുള്ള ഒരു മോഡൽ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൊക്കക്കോളയുടെ കാര്യം പറയുന്നില്ല, അതൊരു സീക്രട്ട് കോമ്പിനേഷൻ. സീക്രട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പറ്റാത്തതല്ല, ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ശ്രീ എം മുകുന്ദൻ പറഞ്ഞൊരു കോട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ട് പറയാം. എം മുകുന്ദൻ്റെ പുസ്തകം അന്ന് മയ്യഴിപ്പുഴ പബ്ലിഷ് ചെയ്ത, മയ്യഴിപ്പുഴയുടെ 50ാം വർഷമാണിത്, മയ്യഴിപ്പുഴ തീരങ്ങളുടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പബ്ലിഷറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അവിടെ അന്ന് 25% റോയൽറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ DC ബുക്സ് 15% റോയൽറ്റിയാണ് കൊടുക്കുന്നത്. ശ്രീ എം മുകുന്ദൻ പറഞ്ഞ ഒറ്റ കാര്യം അതുള്ളൂ, എനിക്ക് അവിടുത്തെ 25%-നേക്കാളും കൂടുതൽ തുകയാണ് ഇവിടെ 15% കിട്ടുന്നു എന്നുള്ളത് എൻ്റെ സാമ്പത്തികമല്ല ഞാൻ നോക്കുന്ന, അത്ര വായനക്കാരിലോട്ട് എൻ്റെ പുസ്തകം എത്തുക എന്നുള്ളത്. അന്നേരം നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോള് എത്ര വായനക്കാരിലോട്ട് പുസ്തകം എത്തിക്കുക എന്നുള്ളത്. ഞാൻ ആ കോമ്പറ്റീഷനോട് വരുമ്പോൾ തന്നെ പറയാം, എത്ര വായനക്കാരിലോട്ട് ഇത് കൂടുതലായിട്ട് എത്തിക്കാൻ പറയാം. ഇപ്പം മണി ഈസ് അത് ആസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ആക്ച്വലി എത്ര പേരിലോട്ട് എത്തിക്കുക.
അതിനൊരു പക്ഷേ നമ്മുടെ ബുക്ക് ഷോപ്സ്, നമ്മുടെ ഓൺലൈൻ ഷോപ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇ ബുക്സ് അല്ലെങ്കിൽ ഓഡിയോ ബുക്സ് അതൊരു കാരണമാവുമെങ്കിൽ അത് ഡെഫിനറ്റായിട്ടും അതിൻ്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് നമ്മളുള്ളൊരു വിശ്വാസം ഇത്തരത്തിലുള്ള എല്ലാ സജീവമായിട്ടുള്ള ഇതും ചെയ്യുന്നുള്ളത്. ഇനി 2 കോമ്പറ്റീറ്റേഴ്സ്, നമ്മൾ കേരളത്തിൽ പബ്ലിഷ് ചെയ്യുന്ന മലയാളം പുസ്തകങ്ങൾ 50% പുസ്തകങ്ങൾ DC ബുക്സാണ് പബ്ലിഷ് ചെയ്യുന്നത്. ബാക്കി 50% ഒരു പക്ഷേ കേരളത്തിൽ 100-100 പബ്ലിഷേഴ്സുമാണ് ചെയ്യുന്നത്. ഈ 50% പുസ്തകങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ മൊത്തം മലയാള പുസ്തക വിൽപ്പനയുടെ 85% കൺട്രോൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ കോപ്പി പോയിട്ടുള്ളത്. സോ അത് നമ്മുടെ ഞാൻ ആ മാർക്കറ്റ് ഷെയർ എന്നൊക്കെ പറയുമ്പോൾ അത് പക്കാ ബിസിനസ് പോലെ പറയുന്നൊരു കാര്യം. ഞാൻ നിവൃത്തിയുള്ളിടത്തോളം ബിസിനസ് ടേംസ് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അവിടെ തിരിച്ചു പറഞ്ഞാൽ ആ 85% മാർക്കറ്റ് ഷെയർ നമ്മൾക്കാണ് എന്ന് 50% പിന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന 50% ബുക്സിലാണ് 85% മാർക്കറ്റ് ഷെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അത്രയും പേരിലോട്ട് വായനയ്ക്ക് പുസ്തകം എത്തിയെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ നോക്കുന്നത്. അത് അതിൻ്റെ സാമ്പത്തികമായിട്ട് വെറും ബൈ പ്രോഡക്റ്റ് മാത്രം. അത്രയും പേരിലോട്ട് എത്തിക്കാൻ പറ്റുക. ഇനി 50% പുസ്തകങ്ങൾ 90% എത്തിയാലും 75% എത്തിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. മാർക്കറ്റ് ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് പല പ്ലെയേഴ്സും വരുമ്പോഴത്തേക്ക് കൂടുതൽ പുസ്തകം വരുന്നതുകൊണ്ടാണ് പെർസെൻറ്റേജ് കുറയുന്നത്. അല്ലാതെ നമ്മുടെ മൊത്തത്തിലുള്ള ഇത് വരുമ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇത്. അപ്പം ഇപ്പം ഫസ്റ്റ് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതിലൊക്കെ ഇപ്പം ഇത്രയധികം വായനക്കാരിലേക്ക് എത്തുന്നു, അതിന് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന പോലെ നമുക്ക് അത്രയധികം ഷോപ്പുകളുണ്ട്, അല്ലെങ്കിൽ ആളുകളായിട്ട് കൂടുതൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബുക്കുകൾ അവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്ന ബുക്കുകൾ എത്തിക്കുന്നു, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ബ്രാൻഡ് ആയതുകൊണ്ടാണല്ലോ. അപ്പം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ശരിക്കും ശ്രദ്ധിക്കണം? ഇപ്പം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ DC രവി എന്ന് പറയുന്നത് പോലും ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു കാര്യം ഞങ്ങൾ ആദ്യം തൊട്ട് പിന്നെ ചെയ്യുന്നൊരു കാര്യം, വി സ്റ്റെപ്പ് ബിഹൈൻഡ് ദ ബ്രാൻഡ് ആക്ച്വലി. കാരണം DC ബുക്സ് ഒരു ബ്രാൻഡും ഞങ്ങളുടെ ഓരോ വ്യക്തിയും, ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിയും, ഞാനിവിടെ പറയുമ്പോഴത്തേക്ക് ഞാനിടുന്നതിനേക്കാളും എഫേർട്ട് ഇടുന്ന അനവധി വ്യക്തികളിവിടെ ഉണ്ട്. നമ്മളെല്ലാവരും വി വർക്ക് ഫോർ എ കോമൺ കോസ്. അതിൽ ഒരു പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ഈയിടെ പിന്നെ റീസണായിട്ടൊരു ക്യാമ്പയിൻ നടത്തി. വാലന്റൈൻസ് ഡേയുടെ ഒരു ക്യാമ്പയിൻ വളരെ സിമ്പിളായിരുന്നു. 2024 എന്ന് 2024 എന്ന് പറയുന്ന ഇയറിൽ മാക്സിമം ചെറുപ്പക്കാരെ വായനയിലോട്ട് കയറ്റിയായിരുന്നു. സോ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി 2024 കിട്ടുന്നത് വാലന്റൈൻസ് ഡേ ആണ്. സോ വാലന്റൈൻസ് ഡേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു പോപ്പുലറായിട്ടുള്ള ബഷീറിൻ്റെ നിന്നാണെങ്കിലും പത്മരാജനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ ആണെങ്കിലും, ഇനിയും അതിങ്ങനെ വന്ന് പലരുടെയും, പത്മരാജൻ ഉൾപ്പെടെയുള്ള പലരുടെയും പുസ്തകങ്ങളിൽ നിന്ന് ക്യൂറേറ്റ് ചെയ്ത് ഒരു 32 പേജ് പുസ്തകം ഉണ്ടാക്കിയിട്ട് പ്രീ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കും. ഇന്ന ദിവസങ്ങളിൽ കടയിൽ നിന്ന് വന്നാൽ നമ്മൾ അവരുടെ പേരെഴുതി സ്റ്റിക്കർ ഒട്ടിച്ച ഒരിതിൽ കൊടുക്കുകയും ഒപ്പം അവർക്കൊരു 100 രൂപയുടെ ഫ്രീ കൂപ്പൺ, എന്ന് വെച്ചാൽ യാതൊരു വ്യവസ്ഥകളും ഇല്ലാത്ത 100 രൂപയുടെ ഒരു കൂപ്പൺ ഈ 40,000 പേർക്ക് കൊടുക്കുക. നമ്മൾ ഈ 40,000 പേർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇത് റെഡീം ചെയ്തിട്ട് 110 രൂപ എന്ന പുസ്തകമാണെങ്കിൽ 10 രൂപ എടുത്താൽ 95 ബാക്കി കിട്ടുന്നത്. ഇങ്ങനെ ഇതും കൊടുത്ത് ചെയ്ത് യങ്സ്റ്റേഴ്സിൻ്റെ മാധ്യമം, ഇൻസ്റ്റഗ്രാമും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അത്രയും പേരെ കടയിലോട്ട് അല്ലെങ്കിൽ ഷോപ്പിലോട്ടോ പുസ്തകങ്ങളിലോട്ടോ കൊണ്ടുവരികയും അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു ക്യാമ്പയിൻ ചെയ്ത് ഹൈലി സക്സസ്ഫുൾ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു വരുന്ന അതിൻ്റെ വ്യൂസിനെ പറ്റി പറയുമ്പോൾ ഫ്യൂ മില്യൺ വ്യൂസ് ഉണ്ട്. ലൈക്സിൻ്റെ ഇതൊന്നും ഞാൻ അതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പിന്നെ ശരിക്കും പിന്നെ അതിനൊരു വലിയൊരു ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കത് കിട്ടിയൊരു കാര്യം, ഇതിന് ശേഷമുള്ള കഴിഞ്ഞ 2 മാസം, അതായത് ഫെബ്രുവരി 9 തൊട്ട് ഏപ്രിൽ 9 വരെ എടുത്താൽ അല്ലെങ്കിൽ ഏപ്രിൽ 10 വരെ എടുത്താൽ ഇന്ത്യയിൽ എല്ലാ രാജ്യത്തുമുള്ള പ്രധാനപ്പെട്ട എല്ലാ പബ്ലിഷിംഗ് രാജ്യത്തുമുള്ള ഒരു സാധനമുണ്ട്. നീൽസൺ എന്ന് പറയുന്നൊരു UK കമ്പനി ഒരാഴ്ചയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ വിറ്റ പുസ്തകങ്ങൾ എന്നുള്ള ഓൾ ഇന്ത്യ ബേസുള്ള പുസ്തകങ്ങളുടെ ഒരു റാങ്കിങ് എടുക്കും. 750 പുസ്തകങ്ങളാണ് ഒരാഴ്ച എടുക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 8 ആഴ്ചയായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ വലിയ പബ്ലിഷേഴ്സായിട്ടുള്ള ഇംഗ്ലീഷ് പബ്ലിഷേഴ്സൊക്കെ ഉണ്ട്. പെൻഗ്വിൻ, ഹാപ്പർ, ഇങ്ങനെ ഒത്തിരി ഹാഷറ്റ്, ജഗനോട്ട്, ഇങ്ങനെ ഒത്തിരി പബ്ലിഷേഴ്സുണ്ട്. ഇവരുടെ പുസ്തകങ്ങളല്ല വന്ന് 2% മാത്രം പിന്നെ പോപ്പുലേഷൻ ഇന്ത്യയിലുള്ള മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ് ഈ ക്യാമ്പയിനോടുകൂടി പിന്നെ ആദ്യത്തെ 10 പുസ്തകങ്ങളിൽ 4 എണ്ണമെങ്കിലും വന്നത്. ബാക്കി 6 ഓൾ ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ പബ്ലിഷേഴ്സിനും നമ്പർ. കഴിഞ്ഞ 8 ആഴ്ചയ്ക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. 8 ആഴ്ചയായിട്ടുള്ള കഥ പറയുമ്പോൾ
നമ്പർ 1 8 ആഴ്ചയായിട്ട് DC ബുക്സിൻ്റെ പുസ്തകമാണ്. നമ്പർ 4ഉം 3ഉം മാറി മാറിയായിരുന്നു. നമ്പർ 7ഉം 8ഉം ഒക്കെ. ഇത് ഓൾ ഇന്ത്യ ബേസിൽ ഒരു വലിയൊരു നമ്മളൊരു ഒരിത് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ക്ലാസിക്കൽ റൈറ്റേഴ്സ്, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സമകാലികമായിട്ടുള്ള എഴുത്തുകാർ, നമ്മുടെ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പല എഴുത്തുകാരിലോട്ടും പുസ്തകങ്ങളിലോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള കണ്ടന്റിലോട്ട് തിരിച്ച് ചെറുപ്പക്കാരെ അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ട് April 23 ലോക പുസ്തക ദിനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാമ്പയിനെ കൂടി ഇത് വീണ്ടും സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. സോ അന്നേരം നമ്മൾ ഈ ഒരു ചെറുപ്പക്കാരെ വായനയിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുസ്തകം വന്നാൽ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതല്ല, അതെങ്ങനെ കൂടുതൽ ആൾക്കാരോട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ വായിപ്പിക്കാം. കാരണം DC കിഴക്കേമുറിയെ സംബന്ധിച്ചോളം പുസ്തക പ്രസാധനം എന്ന് പറയുന്നത് വായിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. കാരണം ഒരുപക്ഷെ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വായന ഇതെടുത്താൽ DC കിഴക്കേമുറി ആയിരിക്കാം ഒരുപക്ഷെ വായനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഓർഗനൈസേഷനായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് പോകുക എന്നുള്ള ഒറ്റൊരു ഏരിയ, അതിൻ്റെ കുഡ് ബി ദ റീസൺ. അതുകൊണ്ട് നല്ല പുസ്തകങ്ങൾ ഓതേഴ്സ് വരുന്നു, പുതിയ എഴുത്തുകാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. നമ്മൾ 25 വർഷം മുമ്പ് കണ്ടുപിടിച്ചൊരു ഓതർ ഇന്ന് ഇന്ത്യയിലെ വലിയ ഓതറാണ്. കാരണം നമ്മളൊരു ഫസ്റ്റ് ബുക്ക് ഇറക്കി, അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇറക്കിയ പല പുസ്തകങ്ങളും ഇംഗ്ലീഷിൽ പെൻഗ്വിൻ ഉൾപ്പെടെയുള്ളവർ ഇറക്കിയതിൻ്റെ. അന്നേരം ഇത് ഡെബ്യൂ ബുക്സ്, നോവലിന് വേണ്ടി പിന്നെ മത്സരങ്ങൾ വെച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കണ്ടൻറ്റ് അത് ഇറക്കി കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാൻ വേറെ പബ്ലിഷേഴ്സ് അതിനുവേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ഖ്യാതിയാണ്. ഇതിനേക്കാളും ഒരു രസകരമായിട്ടൊരു കാര്യം, JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് വലിയൊരു പ്രൈസുണ്ട്. 35 ലക്ഷം രൂപയാണ് ഉള്ളത്. അതായത് അതിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ ഇറക്കിയ പുസ്തകങ്ങൾക്കാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ള അതിൻ്റെ മാനദണ്ഡം. നമ്മൾ ക്വാളിഫൈ ചെയ്യത്തില്ല. അവർക്ക് ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഇനി ഇംഗ്ലീഷിൽ ഇറക്കിയതല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളും അതിൽ പരിഗണിക്കും എന്നുള്ളതാണ്. 5 വർഷമായി JCB പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വന്നിട്ട്. അതിൽ 3 വർഷം മലയാള പുസ്തകങ്ങൾക്കായിരുന്നു. എന്നുവെച്ചാൽ അത് ഓൾ ഇന്ത്യ ബേസിലുള്ള അക്സെപ്റ്റൻസ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. 3 വർഷം ഇറക്കി 3 വർഷത്തെയും പുസ്തകങ്ങൾ DC ബുക്സിൻ്റെതായിരുന്നു. അത് ബെന്യാമിനായിരുന്നു ആദ്യത്തെ ഇത് കിട്ടിയത്. ബെന്യാമിൻ്റെ പിന്നെ ജാസ്മിൻ ഡേയ്സ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. പിന്നീട് വന്നത് മീശയായിരുന്നു S ഹരീഷിൻ്റെ. പിന്നീട് മുകുന്ദൻ്റെ ഡൽഹി ഗാഥകൾ. എന്നാൽ ഇതെല്ലാം നമുക്ക് 5 ഇയേഴ്സിൽ അന്നേരം ഡൽഹിയിൽ പബ്ലിഷിംഗ് ഫെറ്റേണിറ്റിയിലുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഇനിയൊരു മലയാളം കൂടെ കിട്ടി ഞങ്ങൾ തല്ലിക്കൊല്ലും എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷും ബാക്കിയുള്ള ഭാഷകളും അല്ലെങ്കിൽ അതിൽ നിന്ന് ട്രാൻസ്ലേഷൻ വരുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിന് വേണ്ടി ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്രൈസ് 3 വർഷം മലയാള പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ള ഇത് ഒരുപക്ഷെ മലയാളത്തിലെ എഴുത്തുകാരുടെ ഒരുപക്ഷെ മലയാള എഴുത്തുകാരോളം അല്ലെങ്കിൽ മലയാള പുസ്തകങ്ങളോളം ഒരു പിന്നെ മൂല്യമുള്ള അല്ലെങ്കിൽ വായന ഇതുള്ള പുസ്തകങ്ങൾ ഒരുപക്ഷെ മറ്റു ഭാഷകളിൽ ഇല്ലെന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ അത് കൂടുതലാണെന്നോ പറയാൻ പറ്റും. അതും DC ബുക്സിൻ്റെ അതൊരു പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം മീശയുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മീശ എന്ന പുസ്തകം 2018 ഇറക്കിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അതിനെതിരെ വന്നു. അത് ഹിന്ദുത്വത്തിനെതിരെയുള്ള ഇതാണ് അതിൽ പറയുന്ന ഒരു ഒറ്റ ലൈനെ പറ്റിയാണ് പറയുന്നത്. 6-ാം പേജിലോ കണ്ടൊക്കെയുള്ള സീലൈസിങ് നിർത്തി അവർ പിന്നെ ആ മാഗസിൻ സീലൈസ് ചെയ്യാൻ നിർബന്ധിതരായി. കാരണം അവർക്ക് പിന്നെ അത്തരത്തിലുള്ള തെട്ട് വന്നു. പിന്നീട് അത് പുസ്തക രൂപത്തിലാക്കുന്നതിന് ഓതറുമായിട്ട് നമ്മൾ സഹകരിച്ച് ആ പുസ്തകമാക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് കേരളം മുഴുവൻ നമുക്കെതിരെ പ്രക്ഷോഭം വന്നു. ഏതാണ്ട് 400 പോലീസുകാരെ ചില ദിവസങ്ങൾ വരെ ഞങ്ങളുടെ പലയിടത്തായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിന് മുമ്പിൽ 150 പോലീസുകാരുടെ ഒരു പടയുണ്ടായിരുന്നു. അന്നേരം ഇതെല്ലാം വരുമ്പോഴും നമ്മൾ വായനക്കാരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അതും പിന്നെ ത്രൂ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്, സംസാരിച്ചൊന്നുമില്ല. ഞങ്ങൾ S ഹരീഷിൻ്റെ മീശ എന്ന പുസ്തകം ഇറക്കിയാണ്. അത് മലയാളത്തിൽ പിന്നെ ഈ ഒരു പുസ്തകം ഇപ്പോൾ ഇറക്കിയില്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകം ഇറക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ അനുവാദത്തോടെയായിരിക്കും. അത് അങ്ങനൊരു കാര്യം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ വരാൻ പാടില്ല. ഒരുപക്ഷെ ഇത് ഇറക്കിയില്ലെങ്കിൽ എഴുത്തുകാർ സെൽഫ് സെൻസർഷിപ്പിന് വിധേയരാകേണ്ട ഒരു അവസ്ഥയും വരും. അതുകൊണ്ട് തന്നെ പുസ്തക സപ്പോർട്ടിന് ഇത്ര ഒരു ചെറിയ ലൈൻ ഇറക്കി. പിന്നീട് കണ്ടത് ആൾക്കാർ മൊത്തത്തിൽ ഇതിനെ ഏറ്റെടുത്ത് ഞങ്ങളോടൊപ്പം നിന്ന് ഈ പുസ്തകം എന്ന് വെച്ചാൽ ഇത് ഒരു പത്രമാധ്യമത്തെ അല്ലെങ്കിൽ ഒരു മാസികയെ പിടിച്ചു നിർത്തിയ സാധനം ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം ഒരുപക്ഷെ ഞാനൊന്നൊരു കുറച്ച് സോഫ്റ്റായി നിന്നാൽ പോലും എൻ്റെ ടീം അത് സമ്മതിക്കത്തില്ല. അവരതിനേക്കാളും ബോൾഡാണ്. അങ്ങനെ ഒരു നല്ലൊരു ടീമിൻ്റെ ഒരു ബോൾഡ്നെസ് ആണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഒരു പുസ്തകമായാലും ഒരുപക്ഷെ ശതാഭിഷേകം എന്നും പറഞ്ഞ ഒരു കാലത്ത്
പിന്നെ പിന്നെ ഇന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കും ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു നാടകത്തിൻ്റെ ഇത് ഓൾ ഇന്ത്യ റേഡിയോ വന്ന് അതൊരു അന്നത്തെ കാലത്ത് വലിയ വിവാദമായിട്ടുള്ള സാധനമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഡാവിഞ്ചിക്കോട് ഇറക്കിയപ്പോഴോ, അല്ലെങ്കിൽ ശ്രീധരമേനോൻ്റെ പുസ്തകം സ്വാതന്ത്ര്യ സമരം ഇറക്കിയപ്പോൾ EMS അതിനുള്ള വിയോജിപ്പ് എല്ലാം വെച്ച് നമ്മൾ അത്തരം പുസ്തകങ്ങളൊക്കെ നമ്മൾ ആളും വ്യക്തികളൊന്നും നോക്കാതെ ഒരു പബ്ലിഷിങ് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്നത് അതെപ്പോഴും അതിൻ്റെ ഒരു ഭാഗം. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന പല ആവിഷ്കാര സ്വാതന്ത്ര്യ വിധിയുടെയും പുറകിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റമാണല്ലോ. കാരണം നോ എന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ പറ്റിയ ഒരു കാര്യം. ഇതിൽ ഇപ്പം റീസെൻ്റ്ലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം DC ബുക്സിനെ സംബന്ധിച്ച് എടുത്ത് പറയണം. കാരണം DC ബുക്സിൽ വന്നിട്ടുള്ള പല ബുക്കുകളും ഇപ്പോൾ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? ഇത് നമ്മൾ സിനിമയുണ്ട്, വെബ് സീരീസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഇപ്പം നെറ്റ്ഫ്ലിക്സ് പോലുള്ളതും പിന്നെ OTT ഉള്ള പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. ഇത് നമ്മൾ തന്നെ പലപ്പോഴും ഇപ്പം പല പുസ്തകങ്ങളുടെ ചർച്ചയുണ്ട്. ചിലത് സിനിമ ആക്കുന്ന പ്രോസസ്സിലൂടെ തുടങ്ങിയത് ഈ ബുക്ക് ടു സിനിമ എന്ന് പറയുന്ന ഒരു മേഖല ഒരുപക്ഷെ US-ലും ബാക്കി ഹോളിവുഡിലും ഒക്കെ ഒരു വലിയ ശതമാനം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ 10% താഴെയുള്ളൂ. അതിനെ ഒരുപക്ഷെ മിനിമം ഒരു 10% സിനിമകൾ ഇതിൽ നിന്നായിരിക്കണം എന്നുള്ള ഒരു 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 ലക്ഷ്യം വെച്ചിട്ട് അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. കാരണം നമ്മൾ ഒരു കാലം ഒരു 70s, 60s, 80s ഒക്കെ എടുത്താൽ ഒരുപക്ഷെ അന്ന് ഉണ്ടായിരുന്നിടത്തോളം പുസ്തകങ്ങൾ സിനിമ ആകുന്നിടത്തോളം ഇന്ന് വരുന്നില്ല. അതിനെ തിരിച്ച് ഈ ഒരു 10% മേലോട്ടെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ടാർഗറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് പലപ്പോഴും നല്ല പല പുസ്തകങ്ങളും സിനിമയുടെ ഒരു രൂപത്തിലോട്ട് വരാനോ അല്ലെങ്കിൽ അതിൻ്റെ വെബ് സീരീസിനൊക്കെ ആയിട്ട് വേണ്ടി എടുക്കാൻ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യങ്സ്റ്റേഴ്സിനെ ഇതിലോട്ട് വായനയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം ശരിക്കും സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് ശരിക്കും വായനയുടെ അല്ലെങ്കിൽ ബുക്കുകളുടെ ആ ഒരു ആധിപത്യം കൂടുകയാണോ അല്ലെങ്കിൽ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? ഞാൻ പറയുന്നത് കൂടുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സോഷ്യൽ മീഡിയ ഇത് എങ്ങനെ കാണുന്നതനുസരിച്ചിരിക്കും. സോഷ്യൽ മീഡിയ ടൂളായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സെയിം ടൂൾ എടുത്ത് തന്നെ നമ്മൾ ഇവരിലോട്ട് ചെല്ലാൻ പറ്റും. അങ്ങനെ പിന്നെ ബീറ്റ് സോഷ്യൽ മീഡിയ ഓർ എനിത്തിങ് ആക്ച്വലി അത് അങ്ങനെ നമ്മൾ ഓരോ കാലത്തും ഉണ്ടായിരുന്ന ഓരോ കാലത്തും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഓരോന്ന് കാറ്റലിസ്റ്റായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഈ ജെൻസിക്ക് അല്ലെങ്കിൽ വായിക്കുന്ന തലമുറയ്ക്ക് എന്ത് വേണം എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ ഒരു പരസ്യം കണ്ടു, ഒരു പ്രസാധകൻ്റെ ഇന്ന പ്രായത്തിലുള്ള ഒരു ഇന്ന ജെൻസി എഴുതുന്ന പുസ്തകങ്ങൾക്ക് നല്ല ഇത് നോക്കിയിട്ട് 1ാം സമ്മാനം 1 ലക്ഷം രൂപ, 2ാം സമ്മാനം 50,000 രൂപ, 3ാം സമ്മാനം 30,000 രൂപ എന്നൊരാളുടെ പരസ്യം കണ്ടു. ഞാൻ പറയുന്നത് അത് തെറ്റൊന്നുമില്ല, പക്ഷേ അത് മാത്രമല്ല ഒരു പുസ്തകത്തെ കൊണ്ടുവരുന്നത്. അത് കാരണം നമ്മൾ ആ ആർക്ക് എഴുതുന്നതിനെ പറ്റിയല്ല, എന്താണ് വായനക്കാരന് വേണ്ടതല്ല ഈ തലമുറയ്ക്ക് വേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബഷീറിലോ പത്മരാജനിലോ മാധവക്കുട്ടിയോ എടുത്താലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കഥകൾ ഈ ജനറേഷൻ വായിക്കാറുണ്ട്. അത് എത്തിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ പുതുതായിട്ട് എഴുതാൻ ആൾക്കാരെ കണ്ടുപിടിക്കുമ്പോഴും അത് ഈ ഒരു ജനറേഷൻ സമ്മതമാണോ, അതിൻ്റെ തൊട്ട് മേലത്തെ തലമുറയ്ക്ക് സമ്മതമാണോ എന്നുള്ള ഒരു വായിക്കാൻ ഒരു വായനാക്ഷമത തരുന്ന ഒരു പുസ്തകമാണോ എന്നുള്ളത് നോക്കുക. അതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ ഒരു ചെറുപ്പക്കാർ 2 പേരെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതിൻ്റെ അകത്ത് ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ കുറേ റാഡിക്കലായിട്ട് ചിന്തിച്ചാണ് പലപ്പോഴും പുസ്തകം ഇറക്കുന്നത്. കാരണം ഒരുപക്ഷെ ആമയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം സിസ്റ്റർ ജസ്മീടെ ഇറക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അന്ന് കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ മഠങ്ങളിൽ പിന്നെ ഇവർ അനുഭവിക്കുന്ന യാതനകളെ ഒരുപക്ഷെ അന്ന് ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലൈംഗികത്വമുള്ള ആത്മഹത്യ നല്ല ജമീലയുടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നല്ല ജമീലയുടെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മഹത്യ വരുമ്പോൾ വളരെ ഫ്രഞ്ചിലും ഒക്കെ ഇറങ്ങിയ പുസ്തകമാണ് നമ്മൾ ഇറക്കിയതിന് ശേഷം. അവിടുത്തെ ഏറ്റവും വലിയ പബ്ലിഷർ ഒക്കെ ഇറക്കിയതാണ്. നമ്മൾ അത് പിന്നീട് പാഠപുസ്തകമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു പുസ്തകം. നമ്മളങ്ങനെ ഒരു പുസ്തകം വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ മാനദണ്ഡങ്ങളിലൊന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പേരുകൾ പറയുക ആരോടും പറയുകയല്ല, ആ ഒരു ലൈഫ് വൈ ഷീ ബിക്കേം എ വാട്ട് ഷീ ഈസ്, ആൻഡ് പിന്നെ അതിൻ്റെ അകത്തൂടെ അനുഭവിച്ച യാതനകൾ, പിന്നെ ആസ് എ റീഹാബിലിറ്റേഷൻ വാട്ട് ഷീ ഹസ് ഡൺ. അത് നമ്മൾ അങ്ങനെ ഒരു മേഖലയെക്കൂടെ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അത് തന്നെ ഒരു റെവലേഷനാണ്. കാരണം ഇത് വേറെ എന്തെങ്കിലും ഒരു കൊച്ചു പുസ്തകം പോലെ അല്ലെങ്കിൽ ഒരു കമ്പി പുസ്തകം പോലെ വായിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും തുറക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് അതിന് കിട്ടാവുന്ന ഒരു റെസിപ്പി അതിൻ്റെ അകത്തില്ല. പക്ഷേ തിരിച്ച് ഈ ഒരു ലൈഫ് പറയാനാണല്ലോ, ഒരു തസ്കരം മണിയും പിള്ളയുടെ കഥ നമ്മൾ പല രീതിയിൽ, അല്ലെങ്കിൽ ആമേൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ ഏത് മേഖല എടുത്താലും, അല്ലെങ്കിൽ
നമ്മളിപ്പോൾ ടെററിസത്തെ പറ്റി പറയുമ്പോൾ ISISൻ്റെ ഒരു ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എഴുതിയൊരു പുസ്തകം അല്ല, ഇതൊന്നും വേണ്ട. നമ്മൾ നിർബന്ധിച്ച് TJ ജോസഫ് സാറിനെ കൊണ്ട് എഴുതിപ്പിച്ചൊരു പുസ്തകമാണ് അറ്റുപോകാത്ത ഓർമ്മകൾ എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈപറ്റിയ സംഭവമായിട്ടുള്ള അന്നേരം അതിലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോലും ദർ ഇസ് നോ ബ്ലെയിം ഗെയിം. അതല്ല നമ്മൾ നോക്കുന്നത്. ഈ ഒരു ആൾ അനുഭവിച്ചൊരു യാതന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അതിന് ശേഷമുണ്ടായ ഒരു ജീവിതം ഇതെല്ലാം കൂടെ പറയുന്ന കഥകളാണ്. ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് പുസ്തകങ്ങളുമായിട്ടുണ്ട്. അതാ രസം. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പക്ഷേ മാർജിനലൈസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എന്നും സഞ്ചരിച്ചുകൊണ്ടാണ് പുസ്തകങ്ങൾ ഇറക്കുന്നത്. അല്ലാതെ ഇത് ചിലപ്പോഴെങ്കിലും ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് DC ബുക്സ് ആയതുകൊണ്ട് അവിടെ കൊടുത്ത് ഇത് ചെയ്യാം. ഇപ്പം ബുക്ക് പബ്ലിഷിങ്ങിൻ്റെ അകത്ത് DC ബുക്സ് ആയതുകൊണ്ട് ടോപ്പ് എന്നുള്ളൊരു സാധനമില്ല. എത്ര നാൾ DC ബുക്സിന് ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവായിട്ടും നിൽക്കാൻ പറ്റും അത്രയും നാൾ DC ബുക്സ് ടോപ്പിൽ നിൽക്കും എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. അത് ആ ഒരു ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ എൻ്റെ ടീം ഭംഗിയായിട്ട് കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും അങ്ങനെ സംസാരിക്കുന്നു. ഇത് ബീറ്റ് സെയിൽസിലാണെങ്കിലും അതെ, മാർക്കറ്റിങ്ങിലാണെങ്കിലും അതെ, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതെ, തീർച്ചയായിട്ടും എഡിറ്റോറിലെ ഏറ്റവും വലിയ കോർ കോമ്പറ്റൻസിയും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ മനസ്സിലാവുന്ന കാര്യമാണ് DC ബുക്സിന് എപ്പോഴും ഒരു യുണീക്ക് പാത്ത് ഉണ്ട്. അത് യുണീക്ക് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി നമ്മൾ നോക്കുന്നു, ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുണ്ട്. അതിലും സമൂഹത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളെ ഇപ്പം നമ്മൾ പറയുന്ന പോലെ നളി ജമീലെ പോലെയുള്ള കഥകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആത്മകഥകളെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. പണ്ട് നമ്മൾ പറയുമായിരുന്നു ബുക്കുകളിലൂടെ നമുക്ക് ഈ പറയുന്ന പോലെ സ്വാതന്ത്ര്യ സമരകാലത്താണെങ്കിലും അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഒന്നല്ലെങ്കിൽ പാട്ടുകളിലൂടെ നമ്മൾ ഒരു ക്യാമ്പയിനിങ് നടത്തും, ബുക്കുകളിലൂടെ ക്യാമ്പയിനിങ് നടത്തും, നമ്മുടെ പ്രതിഷേധങ്ങൾ പറയും. അതുപോലെയുള്ള കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കാനായിട്ട് DC ബുക്സിന് ഒരു ധൈര്യമുണ്ട്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യം എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ ഏതായിരിക്കും? ഈ അടുത്ത സമയത്താണെങ്കിൽ ഒരു പക്ഷേ മീശ തന്നെയായിരിക്കും ഇല്ല തോന്നുന്നത്. മീശ നമ്മൾ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ആ കത്ത് ഒരു സൂചന ഞാനും കൂടിയാണ് ആ കത്ത് എഴുതിയത്. ഞങ്ങൾ അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റുള്ളിൽ ഒരു 10-20,000 അസഭ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അസഭ്യം വന്നു. ശേഷം കടകളുടെ മുമ്പിൽ പുസ്തകം കത്തിക്കുന്ന ഉള്ള രീതികൾ വന്നു. ഇതിനു മുമ്പിൽ ജലപീരങ്കി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിവിടെ വന്നു. കേരളം മുഴുവൻ പോലീസ് പല കടകളുടെയും മുമ്പിൽ നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. ഇങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമ്മളൊരു അറ്റ് ദ സെയിം ടൈം ഒരു അപ്പൊളിറ്റിക്കൽ ആകുമ്പോൾ തന്നെ നമ്മളൊരു രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല, എന്ന് വെച്ചാൽ വാട്ട് ഡു വി സ്റ്റാൻഡ് ഫോർ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് കണ്ടൻറ്റ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വായനക്കാർ തരുന്ന ഒരു ഇംപ്രീമാത്രം, അതിന് നമുക്കൊരു അംഗീകാരം തരുന്നത്. ഇതിൽ നിന്ന് പുറകോട്ടൊന്ന് എടുത്താൽ ശതാഭിഷേകം ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുകയും നമ്മളന്ന് ഇതുണ്ട്. ഇനി വീണ്ടും പുറകോട്ട് പോയാൽ കിസ്സ കുർസിക്ക എന്ന് പറയുന്നൊരു പുസ്തകം, ഒരു സിനിമ സഞ്ജയ് ഗാന്ധി കത്തിച്ച ഒരു അവസരമുണ്ട് പിന്നെ എമർജൻസിയുടെ കാലത്ത്, അടിയന്തരാവസ്ഥയുടെ കാലത്ത്. അതിൻ്റെ മലയാളം ആ സമയത്ത് സധൈര്യം ഇറക്കിയൊരു പ്രസാദമാണ് DC ബുക്സ്. ഇല്ലെങ്കിൽ ഞാൻ വധിക്കപ്പെട്ടാൽ മതി ഭൂട്ടോ പാകിസ്ഥാൻ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഇന്ത്യയിലോട്ട് കൊടുത്തുവിടുകയും അത് മലയാളവും ഇംഗ്ലീഷിലും ഒരുമിച്ച് ഇറങ്ങുന്നൊരു കാലമുണ്ട്. അന്നേരം സോ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം ഇത് ഒരു സൈഡിൽ കൂടെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു ഭീതിയുടെയും ഒക്കെ ഉണ്ടെങ്കിലും ഹൗ ഡു വി വിത്ത്സ്റ്റാൻഡ് ദാറ്റ് എന്നുള്ളതിന് നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനമുണ്ട്. രണ്ടാമത് ഒരുപക്ഷെ അത് പരിണിതഫലമൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ വായനക്കാർ അത് ഏറ്റെടുക്കുന്നു, എഴുത്തുകാർ നമ്മളോടൊപ്പം നിൽക്കുന്നു. കാരണം വെച്ചാൽ ഒരു പക്ഷേ സെൽഫ് സെൻസർഷിപ്പിനൊക്കെ ഒരു മറുപടിയാണ് നമ്മൾ പലപ്പോഴും ഇത്തരം പുസ്തകങ്ങൾ ഇറക്കുന്നതിൻ്റെ അകത്തുള്ള. ദീപക് മിശ്ര എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഇവിടെ ഏറ്റവും അവസാനത്തെ വിധിയായിട്ട് പറയുന്നു, മീശയ്ക്ക് എതിരെ പരാതി കൊടുത്തൊരു വ്യക്തിയുണ്ട് സുപ്രീം കോടതിയിൽ. അയാൾ പറഞ്ഞു ഞാൻ ഈ പരാതി വിത്ഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ല, നിങ്ങളുടെ പരാതി ഇവിടെ നിൽക്കട്ടെ, എനിക്ക് എന്നാലേ വിധി പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറഞ്ഞു, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈവെക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യയിലെ പബ്ലിഷേഴ്സിന് ഒരു ലാൻഡ്മാർക്ക് ഒരു വിധിയാണ് കിട്ടിയത്. അത് വിധിയാണ് കിട്ടിയെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വെൻഡി ഡോണിഗറുടെ ഹിന്ദുയിസം എന്ന് പറഞ്ഞ പുസ്തകം ഡൽഹിയിൽ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി ഒന്നുമല്ല, ഒരു നല്ലൊരു ബുക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് രാമസേന അത് നിരോധിക്കാൻ ഡൽഹിയിലെ പബ്ലിഷേഴ്സിന്, മെയിൻ പബ്ലിഷേഴ്സിന് കാരണമായി. പക്ഷെ നമുക്ക് കേരളം തരുന്ന ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ കേരളം പോലൊരു നാട്, കാരണം സിവിലൈസ്ഡ് ആണ്, വിദ്യാഭ്യാസമുണ്ട്, ഇത് തരുന്നൊരു സാധനം, ഇതിന് നമ്മളോടൊപ്പം നിൽക്കാൻ ആളുണ്ടെന്നുള്ള ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത്
ഇപ്പം നമ്മളിതൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഈ ധൈര്യം എടുക്കുന്നു എന്നൊക്കെ പറയുമ്പം ഇപ്പം ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലാസ്റ്റ് ഫൈൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വേർഡാണ്. അപ്പം പേനയ്ക്ക് പണ്ട് നമ്മൾ പറയുന്നു പേന ഒരു ആയുധമാണ്, ഇന്നും അത് ആയുധമായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പം എത്രത്തോളം പേനയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന് എസ്പെഷ്യലി കേരളത്തിൽ ആ ഒരു ഇൻഫ്ലുവൻസിങ് ചെലുത്താൻ സാധിക്കുന്നുണ്ട്? പെൻ ഈസ് മൈറ്റർ ദാൻ സ്വാഡ് എന്ന് പറയുന്ന ആ വാക്ക് എന്നും അതിൻ്റെ ഒരു അക്ഷരാർത്ഥത്തിൽ എനിക്കൊന്ന് ഇറ്റ് ക്യാൻ മേക്ക് ഓൾ ദി ഡിഫറൻസ്. കാരണം ഒരു അക്ഷരത്തിന് ഉള്ള ഒരു പവർ വേറൊരു ആയുധത്തിനും ഇല്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ വളരെ എന്ന് വെച്ചാൽ നമ്മുടെ എഴുത്തിൻ്റെ ഷാർപ്നെസ് അല്ലെങ്കിൽ പുതിയ തലമുറയുടെ എഴുത്തിന് എനിക്കൊന്ന് നമ്മൾ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ അക്ഷരത്തെ പ്രോത്സാഹിപ്പിച്ചാൽ യു ഗെറ്റ് എ മോർ സിവിലൈസ് സൊസൈറ്റി. കാരണം എനിക്ക് നമ്മുടെയൊക്കെ കാര്യത്തിൽ പറഞ്ഞാൽ എന്നോട് ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ എനിക്ക് കേരളത്തിന് അപ്പുറത്തോട്ട് താമസിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ വി ആർ ഓൾ ഒരു കുറച്ച് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിഷ്കൃതമായിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ഞാൻ പലരും പോയി കണ്ടിട്ടുള്ളതുകൊണ്ട് പറഞ്ഞാൽ പരിഷ്കൃതമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപക്ഷെ നമ്മൾ പല ചർച്ചകളും നടന്ന് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ തന്നെ ഒരു സമത്വം, ഈക്വാലിറ്റി. കാരണം ഇതിൻ്റെ അകത്ത് നമ്മളൊരു വിയാനോടെ റിച്ച് ആൻഡ് അഫ്ലുവൻസ് സൊസൈറ്റി, വിയാനോടെ ലോവർ മിഡിൽ ക്ലാസ് സൊസൈറ്റി, വിയാനോടെ പുവർ സൊസൈറ്റി. നമ്മൾ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ്. നമ്മൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോഴും നമുക്ക് രണ്ടുപേരെ ആത്മാഭിമാനത്തിൽ എനിക്ക് ഒരാളുടെ ആത്മാഭിമാനത്തിൽ കൈവെക്കാനുള്ള അവകാശം അത് ഇവിടെ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ മൊത്തം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ പറയാം ഇത് ഒരു ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ളതാണ് ഒരു പക്ഷേ കേരളത്തിൽ ഓരോ വ്യക്തിക്കും നമ്മൾ ചുറ്റിത്തിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരേ ആത്മാഭിമാനം കിട്ടുന്ന ഒരു പക്ഷേ ഏക സംസ്ഥാനം കേരളമായിരിക്കും. അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെയൊക്കെ പല രീതിയിലുമൊക്കെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എന്തു വന്നാലും ഡെഫിനറ്റായിട്ടും ഈ ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പരിസരം സറൗണ്ടിങ് മൊത്തം എടുത്താലും ഒരുപോലെ ഒരു ഈക്വാലിറ്റി ഉള്ള നമ്മളൊരു പിന്നെ പീപ്പിൾ വിഷ്വലൈസ് അബൌട്ട് എ സൊസൈറ്റി എവരിബഡി ഈസ് ഈക്വൽ. അതിന് കേരളത്തെ വല്ലാണ്ട് വേറൊരു സ്ഥലം ഈ അടുത്ത പ്രദേശമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടുണ്ട്. എനിവൈസ് താങ്ക് യു സർ. കാരണം DC ബുക്സ് എന്ന് പറയുമ്പം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന പോലെ ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു വ്യക്തി വളരെ സിമ്പിളായിട്ട് തുടങ്ങിയ ഒരു സംരംഭം അതിനെ ഇത്രയും ബെസ്റ്റ് തന്നെ പറയണം. കാരണം യുവാക്കളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവജനതയും കൂടെ വായനയിലോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പം തീർച്ചയായിട്ടും അത് വലിയൊരു അപ്ഡേഷനാണ്, വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. എനിവേസ് താങ്ക് യു സർ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെന്ന് ആശംസിക്കുന്നത്.